അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. Come on guys, കട്ട കളിക്കണം പറ. ഇവിടെ കുരങ്ങന്മാർ ശല്യം കൂടുതലാണ്, നല്ല കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നോക്കി ഇങ്ങോട്ട് നിൽക്കണം. മാക്സിമം ആഹാര സാധനങ്ങൾ, സ്നാക്സുകൾ പുറത്തെടുക്കാതെ നോക്കിയാൽ മാത്രം മതി. വിഷയമില്ല. എടുത്തെന്നുണ്ടെങ്കിൽ വന്ന് അറ്റാക്ക് ചെയ്യും, ചിലപ്പോൾ കടിച്ചു നിൽക്കും അല്ലേ? ഓണണ്ടാ. അപ്പോൾ ഓക്കെ, പോകുന്ന സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത നേരെ പോകേണ്ടത് ഇവിടെ ആറായ്മൊഴി, അങ്ങോട്ട് പോകണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഉണങ്ങാറുണ്ട്, അത് പോകുന്ന വഴി ഉണങ്ങിക്കോളും. നല്ല കാറ്റടിച്ച് വെയിലടിച്ച് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇവിടെ ഷൂടെ തറക്കുണ്ട്, ഷൂട്ടില്ലല്ലോ, ഫുൾ വെള്ളമല്ലേ കാല് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഡ്രസ്സെല്ലാം ഉണങ്ങിയ ശേഷം ഷൂടാന്ന് പറഞ്ഞ്. ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് വ്ളോഗ് ആയിട്ടെന്തെങ്കിലും പറയണ്ട, അതിന് പറയുന്നേ ഉള്ളൂ. വണ്ടി കയറിക്കോ. പ്രിയ കാല് നോക്കിക്കോട്ടെ, സൈലൻസറിൽ കാല് ചുളയിൽ എല്ലാം എടുത്തല്ലോ. പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്തല്ലോ. കയറ് കുഴപ്പമൊന്നുമില്ല, അറിയോ? ഓക്കെ പോകാം. കമോൺ ക്വിക്ക്. കെട്ടുന്ന ഓരോ വീക്കെൻഡ് ലീവിന് ഇതുപോലെ കറങ്ങി നടന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട അല്ലേ? ഉള്ളതുപോലെ ആഹാരം കഴിച്ച് ജീവിച്ചാൽ മാത്രം മതി. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം മനുഷ്യന് വേണ്ടപ്പെട്ട. അതല്ലാതെ ഫോറിൻ ട്രിപ്പ് പോകണമെന്നോ ലോകം മൊത്തം കറങ്ങണമെന്നോ അങ്ങനെ വിഷയമൊന്നുമില്ല. നല്ല വൈബല്ലേ കുളിച്ച് കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ ലൈറ്റോടെ വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഈ കുരങ്ങന്മാർ ശല്യം കാരണം കഴിച്ചില്ല ഞാൻ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പഴവും കഴിച്ച് ഡ്രിങ്ക്സും കുടിച്ച് നേരെ അങ്ങോട്ട് സ്ഥലം വിടാം. പോകുന്ന വഴി നല്ല ഹോട്ടൽ നോക്കി എന്തെങ്കിലും കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസും സ്നാക്സും കഴിച്ചിട്ട് നേരെ പോകാം. അതിലെ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇനി ആഹാരമൊന്നും കാണില്ല ഹോട്ടലിലൊന്നും. അങ്ങോട്ട് വണ്ടി ഒതുക്കാം. നല്ല വിശക്കണം കേട്ടോ, ഒന്ന് കഴിച്ചിട്ട് പോകാം. പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. കുളിച്ച് പൊടിച്ചപ്പോൾ പസിക്ക് ഭയങ്കരമാ. അഴിവിയാ പഴുത്ത് ഇല്ലല്ലോ? അയ്യോ ചൂടല്ലേ. അത് കഴിക്കാം, കുഴപ്പമില്ല, കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് തൊലി ഇരുമാതിരിയായിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല തന്നെ. 1 2 3 4 5 ഇവിടെ 6ാമത്തെ പഴം നല്ല അഴിവി കിടക്കുകയാണ്, അത് വേണ്ട, അത് കഴിക്കണ്ട. അപ്പോൾ 5ാമത്തെ പഴം വലിയ കുഴപ്പമില്ല, ഇത് ഞാൻ കഴിക്കാൻ വിചാരിച്ച്. ബാക്കിയുള്ള 4 പഴവും നമുക്ക് കഴിക്കാം. ഓക്കെ, സംഭവം നല്ല ചൂടും വെയിലല്ലേ, അപ്പം പഴമൊക്കെ അഴിവി അറ്റമായി. നമ്മളെ അങ്ങ് പഴുത്ത് പോയി അല്ലേ, ബൈക്കേ പഴുത്ത് പോയി. ആ പഴുത്ത് പോയ സൈലൻസറിലോട്ടാണ് കൈ വെച്ചതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഫുള്ളും പറയും. ഈ വ്ളോഗ് തീരും വരെ പ്രിയയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. സൈലൻസർ പ്രിയ. ബാക്കിൽ വലിയ ഫോണ്ട് സൈലൻസർ പ്രിയ. സംഭവം സൈലൻസർ കൈ വയ്ക്കാൻ പോയതല്ല, ഇവിടെ കാണിച്ചില്ല. സംഭവം ഷൂവിൻ്റെ സൂര്യസ് എടുത്ത് ഇവിടെ കെട്ടാൻ പോയതാണ്, ഇവിടെ കെട്ടാൻ പോയതാണ്. പക്ഷേ ഈ സൈലൻസറിൽ കൈ കൊണ്ടപ്പോഴാണ് കൈ പുള്ളിയത്. കൈ കാണിച്ചൊന്ന് കാണിച്ചാ. ഇപ്പൊ എങ്ങോട്ട് കൈ ഓക്കെ ആയല്ലോ, ശരി, കുഴപ്പമില്ല. അല്ല പറഞ്ഞേ, പോകുന്ന വഴിക്ക് പല സംഭവം നടക്കുന്നത് പോലെ നമ്മളതൊന്ന് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം അല്ലേ? ഓക്കെ, വാണിയൊക്കെ എന്തുമാത്രം ഫേസ് ഉണ്ടല്ലേ, നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തുമാത്രം ഫേസ് ചെയ്യുന്നുണ്ടല്ലേ. ടോപ്പ് ടു എൻഡ് വരെ നല്ല വാനാണ് എല്ലായിടത്തും. കൊള്ളാം, എന്നെ എടുക്കും. അച്ഛൻ പണ്ട് പറയും, പഴം കഴിച്ചാൽ പഴവണിയായി പോകുന്നു. ഒന്നും പറയാൻ ആവശ്യമില്ല, അത്രയായി ജ്യൂസ് ആയിട്ടാ. ഇത് പഴമല്ല, പഴ സർബത്താണ്. കുഴപ്പമില്ല, കഴിക്കാം. കുരങ്ങന്മാരില്ലല്ലോ പോളി. ഒരുത്തുണ്ട് പഴം വിഴുങ്ങി പറയാ, കുഴപ്പമില്ല. അവിടെ കൊണ്ട് 10 ദിവസം എല്ലാം കൂടെ അതിനകത്തോണ്ട് ഡംപ് ചെയ്തില്ലോ, അതായിരിക്കാം. ഫോണുകള് ചാർജ്. ഓക്കെ, പോവാണേ. ഇതുപോലെ ഇടയ്ക്കിടെ കഴിച്ച് റൈഡ് ചെയ്യാം. നല്ല സുഖമുണ്ടല്ലേ ഇങ്ങനെ തിന്നിട്ട് റൈഡ് ചെയ്യണത്. തിന്നുക റൈഡ് ചെയ്യുക. കയറ് നീ കയറില്ലേ, വേറായും കൊണ്ടുപോയി. ഒരു കുരങ്ങൻ കൊണ്ടുപോയല്ലേ, പിന്നെ ആര് വേണം? ഏലോ പുല്ലേലോ ഏലേലോ പുല്ലേലോ ഏലേ പുല്ലേലോ ഏലേലേ പുല്ലേലോ പുതു പണം ഇത് പിടിച്ചിരിക്കല പുതുന്നാണ്. പുതു പുറപ്പ് ഇത് പിടിച്ചിരിക്കുന്നത് ഇന്ത തരുണ. തൊണ്ട കടഞ്ഞു പോയിട്ടാ കുളിച്ചപ്പോ. ഏലേ പുല്ലേലോ ഏലേലോ പുല്ലേലോ. ഇവിടെ നിന്ന് നേരെ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് എത്തും. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ ചെക്ക് പോസ്റ്റ് എത്തും. ആ മെയിൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തും. ആ മെയിൻ റോഡ് പോയിട്ട് അവിടെ എങ്കിലും പോയി നല്ലൊരു സ്നാക്സും ജ്യൂസും കഴിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നതാണ് ഇവിടെ മലൈക്കോവിൽ ആറായ്മൊഴിയിൽ. പിന്നെ അവിടെ പോയിട്ട് വിൻഡ് ഫാം, വിൻഡ് മില്ലെല്ലാം കണ്ടിട്ട് കോവിലും പോയിട്ട് വൈകിട്ട് വരിക. അതാണ് പ്ലാൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കാമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ. ഓഹാ, ശരിക്കും പശുക്കളാണല്ലോ. അങ്ങോട്ട് മാറുന്നില്ല കാളെ, സുരാജ് പറയും പോലെ. ഞങ്ങളൊരു പാവ മനുഷ്യനാണ്, റൈഡിന് വന്നതാണ്. ഞങ്ങളൊന്നും ചെയ്യല്, ഇടിക്കല്. ഓക്കെ, ബൈ, സീ യു. ഇനിയുള്ള ഏറ്റവും ടഫസ്റ്റ് റോഡാണ് ഇത്. പതുക്കെ ഇറങ്ങണം, പാറങ്കല്ലൊക്കെ ഉണ്ട്. അയ്യോ, പോട്ട് അണ്ണം പോയി കഴിഞ്ഞാൽ നമ്മൾ പൊയ്ക്കോളൂ. എൻ്റെ അമ്മോ, ഏലോ പുലേലോ ഏലേലോ പുലേലോ. ഇപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് 19 കിലോമീറ്റർ ദൂരമുണ്ട്, 1/2 മണിക്കൂർ ട്രാവലിംഗ് ആണ്. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 4:15 മണിയായി. നല്ല വെയിലുണ്ട്. എന്തായാലും നമുക്ക് 6-6:30 മണി വരെ നല്ല വെളിച്ചം കാണും. അപ്പോൾ 5:30 മണിക്ക് നമ്മൾ മല കയറിയിട്ട് 6 മണിക്കുമ്പോൾ തിരിച്ചിറങ്ങണം. പെട്രോൾ അടിക്കാൻ വന്നതല്ല, ഫ്രഷപ്പ് ആവാൻ വന്നതാണ് വാഷ്റൂമിലോട്ട്.
ഓക്കെ, ഒന്ന് ഫ്രഷപ്പ് ആയി കുറേ ഫോട്ടോ എടുത്തായിരുന്നു. ഫോട്ടോ കണ്ടല്ലോ, സൂപ്പറല്ലേ? അത്ര തന്നെ. നല്ലൊരു ലൊക്കേഷൻ കിട്ടുമ്പോൾ കുറച്ച് ഫോട്ടോ എടുത്തേക്കണം. ഓക്കെ, പമ്പിൽ പെട്രോൾ അടിച്ചില്ല, ഫ്രഷപ്പ് ആകാൻ മാത്രം വന്ന് എല്ലാം പറയാമെന്തോ, എന്ത് പറയാമെന്നല്ലേ? ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ബേസിക് ആവശ്യങ്ങളാണ്, ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇനി വേറെ വിഷയമൊന്നുമില്ല, നേരെ അങ്ങ് പറന്ന് പോകേണ്ട തന്നെ. ഇവിടുത്തെ കറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 18 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, വേറെ ലെവൽ, സ്വർഗം. ഇത് തന്നെ സ്വർഗം അല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല, ജീവിച്ചിരിക്കുന്ന സ്ഥലത്തിന് സ്വർഗം. നോക്ക് ഇങ്ങോട്ടൊക്കെ എന്ത് രസം കാണാം അതൊക്കെ. വാ, ഇതൊക്കെ VFX പോലെ അല്ലേ വേണമെങ്കിൽ. ഞാൻ എപ്പോഴും പറയാൻ പോലെ തന്നെ ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ അടുത്തുള്ള കുറേ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ കാണാൻ സ്ഥലങ്ങളൊക്കെ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുതിയ എക്സ്പീരിയൻസ്, പുതിയ ഫീലായിരിക്കും. പൈസ ഉണ്ടെങ്കിൽ ലോങ് പോകും, കുഴപ്പമില്ല. പൈസ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇതുപോലെ സൈഡിൽ പോയി ഹാപ്പി ആയിട്ടിരിക്കും, അത്ര. ഓക്കെ, ചെറിയ ഗ്രാമങ്ങളൊക്കെ ഇരിക്കുകയാണ്, കുറേ കടകളുണ്ട്, പുതിയ ആൾക്കാർ, അവരൊക്കെ ഭാഷ സൂപ്പർ അയക്കണം, വേറെ സ്റ്റൈൽ തമിഴ് അയക്കണം. ലൊക്കേഷൻ ഫോളി കേട്ടോ, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാം ഇവിടെ നിന്നല്ലേ? ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താലോ? ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? പറയാൻ വാക്കുകളില്ല. അങ്ങനെ ലൊക്കേഷൻ ചേട്ടാ. 1, 2, 3 മല അല്ലേ? ബാക്കിൽ 2 മലയുണ്ട്. ഓ, ആറായിമൊഴി പോണ വഴിക്ക് എന്തുമാത്രം ലൊക്കേഷൻ. മാപ്പ് നോക്കാം, എവിടെയാണ്? ലെഫ്റ്റാ റൈറ്റാ? ഇങ്ങോട്ട് ലെഫ്റ്റാ? നോക്കട്ടെ. അങ്ങോട്ട് റൈറ്റ്. വാണി മാപ്പ് നോക്കി പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് തെറ്റായിരിക്കും. റൈറ്റ് പോകണമെങ്കിൽ ലെഫ്റ്റ് പറയണം. പാലൂസ് ടീ സ്റ്റാൾ, വട 5 രൂപ, ചായ 5 രൂപ. കട അടച്ചിരിക്കണം. ഒരു ചായ കടയിൽ എല്ലാം അടച്ചിരിക്കണം. എന്തോന്നത് ചേ, ലൊക്കേഷനൊക്കെ എന്തോന്ന് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, എത്ര പ്രാവശ്യം ക്യാമറ ഓൺ ചെയ്യാൻ, ചാർജ് പോലും ഇങ്ങനെയാണെന്നുണ്ടായി. നോക്ക് ഇങ്ങോട്ട്, സ്ഥലം കണ്ട ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറയില്ല, ഇവിടെ നമുക്ക് പോകാൻ മനസ്സേ ഇല്ല. എന്ത് ചെയ്യാൻ ബ്രോ, ഇവിടെ താമസിച്ചല്ലോ, അവിടെ വീട് വയ്ക്കാം. എന്തൊരു സ്ഥലം ഇത്, എൻ്റെ അമ്മോ. സിനിമയെ കാണുമ്പോൾ സിനിമയെ പോലെ ഇങ്ങനെ ലൊക്കേഷൻ അല്ലേ? ഇവിടെ ഫുൾ കൃഷി, ബാക്കിൽ മല, ഇവിടെ റോഡ്, ഹൈവേ. പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് സൂപ്പർ ആയിരിക്കുന്നു. ഇവിടെ നിന്ന് പോകാനും മനസ്സില്ല. സമയം കൊണ്ടിരിക്കുന്നത് കോവിലിൽ പോകാണ്ട്. അപ്പോൾ എനിക്കൊരു പരിപ്പ് കൂടാ മതി. ഒരാൾക്ക് ബോണ്ട, ഇവിടെയും ബോണ്ട, ഇവിടത്തെ മധുരം എന്തോ മോദകം. എനിക്കൊന്ന് പരിപ്പ് വട, തമിഴിൽ ആമവട എന്ന് പറയും. ആമയെ പോലെ ഇരിക്കണത് ഷേപ്പ്. ആമവട, ഉളുന്തുവട, പരിപ്പ് വട. ഇവിടെയൊക്കെ സെൽഫ് സർവീസാണ്. നിങ്ങൾ ഇരുന്നോ, ഞാൻ കൊണ്ടുവരാം. അപ്പൊ കോഫി കുടി കഴിഞ്ഞ് ചേട്ടായി കോഫി ഇപ്പൊ എത്രയായി? ചാഹില്ലാം കൂടെ 100? 4 കോഫി 4 വട 100 രൂപ ആയിട്ടുണ്ട്. വണ്ടി ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല, സൂപ്പർ ആയി. ഈ വണ്ടി സൂപ്പർ, ഒരു രക്ഷയില്ല, ലുക്ക് കേട്ടാ. ഓക്കെ, ഇല്ലെങ്കിൽ ഇത് പണങ്ങി പോലും അല്ലേ? ഈ വണ്ടി സംസാരിക്കാൻ ഇപ്പൊ 2 കൂട്ടുകാരായ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ആയല്ലോ. ഇനി കുറെ ട്രിപ്പൊക്കെ പോകാറുണ്ട് ചേർന്ന് അല്ലേ? കയറി. ഇവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, തറായി. സൂപ്പർ കോഫി കേട്ടോ, ഒരു രക്ഷയില്ല. കുടിച്ചപ്പോൾ തികയില്ല, ഇനി കുറേ വേണം തോന്നിപ്പോയി. അത്ര സൂപ്പർ കോഫി ആയിരുന്നു. നല്ല കറക്റ്റ് മധുരവും. ഇതുപോലത്തെ കോഫി കുടിക്കണം ഇവിടെ തന്നെ പറഞ്ഞു അല്ലേ? നീ വേറെ ബ്രേക്കൊന്നുമില്ല, നേരെ പോവുക, കോവിലിൽ മല കയറുക, സ്വാമിയെ കുമ്പിടുക, മുരുകനടുത്ത് പറയേണ്ട കാര്യങ്ങളെ പറയുക, പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുക. ഓക്കെ, മല മേലെ മുരുകൻ കോവിൽ ഇരിക്കലേ? മലയ്ക്ക് മേലെ ഇപ്പടിയാ പോണുമാ? റൈറ്റിലാണ് പോകണം. ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ, ഇവിടെ റൈറ്റിലാണ് പോകാൻ ആ ചേട്ടൻ പറഞ്ഞത്. ഒരു ചെറിയ മുടുക്കാണ്, നോക്കി ഇങ്ങോട്ട് പോകാലോ. ഇവിടെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അവിടെ നിന്ന് റൈറ്റിലാണ് പോകേണ്ടത്, മലക്കോവിൽ. ഓ, ഇവിടെയൊക്കെ ഭയങ്കര സൗണ്ടാണല്ലോ. എന്ത് പാട്ടിത്? ഓ, യേശുവിൻ്റെ പാട്ട്. യേശുനാഥനേ. സൂപ്പറായി കണ്ടാ ഗ്രാമങ്ങളൊക്കെ, എന്ത് രസമല്ലേ? ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബമ്പുണ്ട്, കാണാൻ പറ്റില്ല. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എത്ര ബമ്പെണ്ണാണ് വെച്ചിരിക്കണത്. ഓ, എൻ്റെ അമ്മോ. അതാണോ മുരുകൻ കോവിലേക്ക്? ഓക്കെ, ശരി. ബമ്പ്. ഓ മൈ ഗോഡ്, വാട്ടേ ബമ്പേശ്വര നഗരമാണത്. മുരുകൻ കോവിൽ എപ്പടി പോണ്? മലമേലെ മുരുകൻ കോവിൽ ഇരിക്കില്ല, അപ്പം അപ്പടി പോകണം. ഓക്കെ. ആ പയ്യൻ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു, പിന്നെ ആവശ്യമില്ലാതെ അങ്ങനെ ആയിരിക്കും അല്ലേ? ഓക്കെ. ഓ, ഇതാണ് നേരെ കാണുന്ന മലയാണ്. അതാ അടുത്ത ബമ്പ്. എന്തൊരു ബമ്പാണ് ഉദ്ദേശിക്കണത്? വാട്ടർ ബമ്പേശ്വര നഗർ. വാട്ടർ ടാങ്ക് വന്നാച്ച്. വാട്ടർ ടാങ്കിൽ എங்கே പോകണോ? ഇങ്ങോട്ടായിരിക്കോ? റൈറ്റ് ആയിരിക്കോ? லேட் ஆகுமா? அப்படியா? சரி. இப்போ 1:30 மணி ஆகும். 1.5 மணி நேரம் ஆகும். வரதுக்கு 1 மணி நேரம் ஆகும். 2.5 மணி நேரம் ஆகும். ரொம்ப ലേറ്റായി വന്നിരിക്കുന്നു. പോയിട്ട് വരട്ടുമാ? പോളാമാ? ശരി, താങ്ക്സ്. പോകാൻ പറ്റുമെന്നും പറയണ്, ചിലപ്പോൾ ലേറ്റാവുമെന്നും പറയണ്, എന്തൊക്കെയോ പറയണ്, മനസ്സിലാവില്ല. ഇവിടെ ചർച്ച ഉണ്ട്, അവിടെ വണ്ടി വയ്ക്കാൻ പറഞ്ഞു. ചർച്ച എവിടെയാണോ? മുരുകൻ കോവിൽ ഇടാണോ? നേരെ പോകണം. പോകും.
ஆ அதுக்கு நேர மேலே போயிடும். மலைக்கு மேலானே ஓகே இப்போ மேலே ஓ அது வண்டி வச்சுட்டு போகலாம் இருக்கு அதுக்கு நேர மேலே போயிட்டு வர டைம் கரெக்டாக இருக்குமா வருது. வரும்ல தேங்க்ஸ் ஆண்டா പെണ്ണുങ്ങൾ കറക്റ്റാണ് പറയല്ലേ മറ്റേ പുള്ളിക്കാരൻ അടിച്ച് ഫിറ്റ് തോന്നട്ടാ നല്ല സ്മെല്ലുണ്ട് ശരിയാണ് ശരി ഓക്കെ വാ പയ്യെ പോവാം വേറെ വിഷയങ്ങളൊന്നുമില്ല വണ്ടി എവിടെ കൊണ്ട് വയ്ക്കേ ഇതാണ് മലയല്ലേ ഓക്കെ ഓക്കെ ശരി ഇറങ്ങിക്കോ ഇത് ഞാൻ ലൊക്കേഷൻ അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഒരു ഗ്രാമം വഴി അകത്ത് വന്ന് ഇവിടെ നടന്ന് പോകണം ഓഫ് റോഡാണ് വലിയ ടൂറിസ്റ്റ് ആൾക്കാരൊന്നും അധികം വരില്ല എന്നാലും സൂപ്പർ ലൊക്കേഷനാണ് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊക്കെ സേഫായിട്ട് നിൽക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല ലോക്ക് ചെയ്തിട്ട് പോവാം ഓക്കെ ഹെൽമെറ്റൊക്കെ ലോക്ക് വെച്ചിട്ടുണ്ട് നല്ല പൂട്ടി വൃത്തിയായിട്ട് അപ്പോൾ വണ്ടി ഇവിടെ സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിച്ചാണ് പോകുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല സേഫാണ് ഏരി കുറച്ച് ഉള്ളിലോട്ടിരിക്കണം അത്ര വേറെ വിഷയമൊന്നുമില്ല ഇവിടെ നല്ല ആൾക്കാരാണ് ഇവിടെ ആൾക്കാരൊക്കെ പിന്നെ പറഞ്ഞ വഴിക്ക് ചേട്ടൻ ഭയങ്കര അടിച്ച് ഫിറ്റായിരുന്നു ഒരു അണ്ണൻ അങ്ങനെ പറഞ്ഞ് അവിടെ പോയി കഴിഞ്ഞാൽ പോകാൻ 5 മണിക്കൂർ വരാൻ 5 മണിക്കൂർ നാളെ ആവുമെന്ന് പറഞ്ഞ് വേറെ ആൻറ്റി പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല മക്കളെ പോയിട്ടാ സൂപ്പറാണ് പോയിട്ടാ ഉണ്ടാ അത്രേ ഉള്ളൂ ചുമ്മാ ഓരോ തള്ളാൻ വേണ്ടി കുറെ ടീമുകളുണ്ടല്ലേ തള്ളി തള്ളി മലയെ തള്ളി കളയാ ശരി മല കയറാം വെട്രിവേൽ മുരുകനുക്ക് അരോഹര അഭയം കാത്ത ബാലസുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ ചക്കർഗിരി എன்ற തെൻപഴനി ചിത്രഗിരി ആറൽ വായ്മൊഴി നുഴവായിൽ ഇതാണ് എൻട്രി ഭാഗത്ത് എൻട്രൻസ് ആയിട്ടുണ്ട് ഈ മല കയറാൻ ഇത്തിരി പാടാണ് കുറച്ച് കിതക്കി അത് വേറെ വിഷയം അതുവഴി പോണം പിന്നെ ഇത് കഴിഞ്ഞില്ലേ ഇത് മാടൻ വേമേ കാത്തോണേ പേച്ചിയമ്മാൾ മാടനാണിത് ഇവിടെ നീ കയറ്റം കയറി പോണം ഇങ്ങനെ കയറി വളഞ്ഞ് 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 മോളിൽ പോണം വാ സൂപ്പർ ഏട്ടാ എൻ്റെ അമ്മോ ഇവിടെ നിന്ന് കാണുമ്പോൾ ഇങ്ങനത്തെ വ്യൂ കുറച്ചുകൂടെ മോളിൽ പോയ വ്യൂ എങ്ങനെയായിരിക്കും വേറെ ലെവലായിരിക്കും അല്ലേ പോണ്ടേ വാ കമോൺ വാണി അങ്ങ് മോളിൽ കയറേട്ടാ സൂപ്പർ ആരെ ചെരുപ്പ് എടുക്കണം വേണമെങ്കിൽ എടുത്തോ നല്ല ചെരുപ്പ് കേട്ടോ എടുത്ത് പോയായിരുന്നു വരുമ്പോൾ എടുക്കാല്ലേ വാ കൊച്ചെവിടെ കൊച്ചോടെ ഈ പുള്ളിക്കാരെ വിളിക്കും കൊച്ചെന്നാണ് ഒരു ഹസ്ബൻഡ് വിളിക്ക് എങ്ങനെയാണ് ചേട്ടാ അല്ലേ അതൊക്കെ പഴയ സ്ഥിതി അല്ലേ ഇപ്പോഴേ കൊച്ചെ അല്ലെങ്കിൽ എടാ വാടാ പൊട്ടക്കണ്ണ കൊച്ചേന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ ലവ് മാരേജ് ആണ് കോളേജിൽ പഠിക്കുമ്പോൾ സ്നേഹിച്ച് അല്ലേ അങ്ങനെ സ്നേഹിച്ച് സെറ്റാക്കി അങ്ങനെ വീട്ടുകാർ സമ്മതത്തോടെ എല്ലാം കഴിച്ച് ഇപ്പം നല്ല സുഖമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മളും അറേഞ്ച് മാരേജ് കഷ്ടപ്പെട്ട് ജീവിക്കണം അവർ ലവ് മാരേജ് കഷ്ടപ്പെട്ട് ജീവിക്കണം എല്ലാ വഴിയും ഒന്നിനാണ് അല്ലേ. പിന്നെ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ചാനലിനെ പറ്റി പറയപ്പോ ക്യൂപ്പിഡ്സ് ഓൺ വീൽസ് MND അല്ലേ MDN അപ്പോൾ ഇവരുടെ ചാനലും നമ്മുടെ വീഡിയോ വരും അക്ഷരം അപ്പോൾ ഇവരുടെ ചാനൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇവരിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് റീച്ച് ആയി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ എല്ലാം നമ്മൾ ആ യൂട്യൂബ് അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടാൽ പോലും യൂട്യൂബറാണ് ഇത്ര തന്നെ. വാണി അവിടെ കയറിങ് മുകളിലെത്തിയിട്ടാ. ഇപ്പോൾ പോകുന്ന വഴിയിൽ പാതയിൽ ആരോമാർക്കുണ്ട് അത് നോക്കി കറക്റ്റായിട്ട് അങ്ങ് പോയാൽ മതി വഴിയെത്തും. ഓ എൻ്റെ അമ്മോ ലൊക്കേഷനൊക്കെ എത്ര കാണിച്ചാലും മതിയാവണം കേട്ടാ. എങ്ങനെയുണ്ട് പുറത്തായില്ലേ വന്നതിന് പിന്നെ ഒരു ആരോമാർക്കുണ്ട്. ഇതൊരു വ്ളോഗ് കണ്ടായിരുന്നു ഈ ആരോമാർക്ക്. ഇപ്പോൾ ഈ ആരോമാർക്ക് കണ്ട് പോകാൻ പറഞ്ഞ പുള്ളിക്കാരൻ ചാനൽ പറഞ്ഞായിരുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടാൽ പൊയ്ക്കൊണ്ടിരിക്കണം നമ്മൾ. ഓം മുരുക ഇവിടെ ആരോമാർക്കുണ്ട്. മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ. അപ്പോൾ തീരുന്നില്ലല്ലേ അവിടെ തന്നെ അങ്ങനെ പോകണം. ഇന്നസെന്റ് പറയാൻ പോലെ ഇതിപ്പോ പടികേറി ശബരിമലത്തല്ലോ. ഇതിപ്പോ പടികേറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഓ നോക്കിയോ അവിടെ ചെറിയൊരു വഴിയാണ് വീണളയിൽ കണ്ടാ പാറയൊക്കെ ഉണ്ട്. അവിടെ ഒരു ഗുഹയുണ്ട്. ഈ ഗുഹയും കാണിച്ചായിരുന്നു പുള്ളിക്കാരൻ വ്ളോഗിനകത്ത്. തനി ചെയ്യണത് ആയിരിക്കും അല്ലേ. ഇതൊക്കെയാണ് അഡ്വഞ്ചർ അല്ലേ. സംഭവം നല്ല വൻ കാടാണെങ്കിൽ ബോറായിപ്പോ. ഇത് പോകുന്നത് നല്ല വ്യൂ ഉണ്ട്. ഈ വ്യൂവും കണ്ട് മല കയറുമ്പോൾ തള്ളാറിന് അറിയാൻ പറ്റണില്ല, കിതപ്പുമില്ല അല്ലേ. നല്ല വലിവുണ്ടല്ലോ. ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക്, വെറും ചായയും പരിപ്പോടയും വേറെ എങ്ങനെ കഴിക്കും. അല്ല ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തെ നല്ല കുക്കറ്റ് ആഹാരം കഴിക്കണം. നല്ല പൊറോട്ടയും ചിക്കനും ഗ്രേവിയൊക്കെ വെച്ച് അടിച്ചു വിടണം. അയ്യോ മുരുകനെ കാണാൻ പോകണമെന്ന് പറയാൻ പാടില്ല. ഓ മുരുക ഇവിടെ വന്ന് നമ്മൾ ഇറച്ചി പോകുമ്പോൾ തൈര് സാധവും പുളിയോദര ലെമൺ സാധം കഴിച്ചിട്ട് പോകാം. ഓക്കെ അപ്പോൾ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കന്തനുക്ക് വേൽ വേൽ മുരുകനുക്ക് വേൽ വേൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോയാൽ മതി. ക്ഷീണം അറിയില്ല, ഉറപ്പാണ്. വ്യൂ ഉണ്ടോ ഹൈറ്റ് കൂടുന്നവർ വ്യൂ സൂപ്പർ കേട്ടാ. ഭയങ്കരമാക്കണം. അങ്ങനെ ആൾമോസ്റ്റ് നമ്മൾ എത്തി എന്ന് പറയുന്ന ആഗ്രഹമുണ്ട്. എത്തിയില്ല, ഇനി പകുതിയോളം കയറാനുണ്ട്. നമുക്ക് മോളിൽ പോണോ വീട്ടിൽ പോണോ ഇപ്പം പറ. ഓപ്ഷൻ എ മോളിൽ പോവാം. ഓക്കെ കഥക്കാണ് എല്ലാവരും കഥക്കാണ്. സൗണ്ട് പറഞ്ഞില്ല അല്ലേ. എനിക്ക് ക്യാമ്പൊക്കെ പറഞ്ഞ് അയ്യോ
ഇതൊക്കെ ഇങ്ങനെ വരണ്ടേ ട്രിപ്പൊക്കെ സൂപ്പറായിക്കല്ലേ. സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ ഈ വെളിച്ചം കുറേ മുമ്പ് ഓടിപ്പോയിട്ട് തിരിച്ച് ഓടി വീട്ടിൽ എത്തണം. വീട്ടിലല്ല, താഴെ എത്തണം. ഇരുട്ടിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇവിടെ ആരും ഇല്ല ആൾക്കാരൊന്നും. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ പോലും കട പോലും ഇല്ല. ആൾ വരാനേതാ ആളില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് കേട്ടോ. ഞായറാഴ്ച വരും ആൾക്കാരെങ്കിലൊക്കെ. കാലിലൊക്കെ മസ്തി പിടിക്കാം കേട്ടോ. ഇതപ്പോൾ വെള്ളം കുടിക്കണോ, വെള്ളം തയ്ക്കണോ? ആണേ കുറച്ച് അവിടെ ഇരിക്കാം തളർന്ന്. എങ്ങനെയുണ്ട് ബ്രോ? സൂപ്പറല്ലേ? തളർന്ന്. നമ്മൾ ഡീഹൈഡ്രേഷൻ ആകാൻ പാടില്ല. ആയി കഴിഞ്ഞാൽ വെള്ളം തയ്ക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. ഐസ് വാട്ടറാണ്. ഓ അക്വാഫിനയുടെ തങ്കച്ചിയാണ്. ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനല്ല. എന്ത് പറ്റി? കാണുമ്പോഴേ പേടിയാണ്. ഓം മുരുക എന്ന് പറഞ്ഞാൽ മതി. ഓം മുരുക. വെള്ളം കൂടുതൽ കുടിക്കൽ. ഓക്കെ, അങ്ങനെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചൊരു എനർജി ഉണ്ടെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ, നടക്കുമ്പോൾ പിന്നെ കിതക്കുമായിരിക്കും, അത് വേറെ വിഷയം. എന്നാലും നമ്മൾ കട്ടക്ക് മുന്നോട്ട് പോകും. ആർക്കെങ്കിലും തല ഇറങ്ങി പറയണം കേട്ടല്ലേ. പറ്റണില്ല, നല്ല കിതക്കിന്. വെള്ളം കുടിച്ച ശേഷം ഭയങ്കര കിതക്ക്. ഓ അടി വെയിറ്റ് ചെയ്യുന്നു ഇങ്ങനെ. ശരി നോക്കാം, പയ്യെ കയറാം. ഇത്രയും കയറിയല്ലോ, മുക്കാലും കയറി. ഇന്നൊരു കാൽ ഭാഗത്തിൻ്റെ അത്ര അവിടെ തോന്നുന്നു അല്ലേ. ആ ഒരു വളവ് കഴിഞ്ഞാൽ പൂജപ്പുരത്ത് വാ. രാത്രി ഇറങ്ങുന്ന കേസാണ് ഇത്തിരി പ്രശ്നമല്ലേ. ശരി നോക്കാം, പയ്യെ കയറി തന്നെയല്ലേ. വെട്ടമുണ്ട്, തിരിച്ച് ഇറങ്ങിയപ്പോ നേരെ ഒരുപാടാവും. പയ്യെ ഇറങ്ങാം, കുഴപ്പമില്ല. പെട്ടെന്ന് കയറി, നിൽക്കണ്ട. നമ്മൾ ആണുങ്ങൾ ഇരിക്കില്ല ഇവിടെ. ഇതിൻ്റെ സൈസ് കണ്ട, ഒരാൾ 10 പേരടിയ ശക്തിയുണ്ട്. ഒരു പെരുമാ വന്നാലും തൂക്കി അങ്ങനെ തല ഓടിച്ച് എടുത്തെറിയും. ആ ഒരു ആംബിയറുണ്ട്. പക്ഷെ ഇന്ന് പറ്റൂല, ഇന്ന് തളർന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ കോമഡി പറഞ്ഞ് പോവാ. ചില കോമഡി പറയുമ്പോൾ ചിരി വരും. ആ ചിരിച്ച് പോകുമ്പോൾ നല്ല എനർജി ആയിരിക്കും. ഇവിടെ ചെറിയ മരമുണ്ട്, കുറച്ച് ഇരിക്കാം, ഇരുന്നിരുന്ന് പോവാം. സത്യം പറയില്ല, ടൈമിങ് മിസ്സായിപ്പോട്ടെ. ഇതൊക്കെ ഒറ്റയടി കയറാൻ പാടില്ല, പയ്യെ നിന്ന് കയറണം. നമുക്ക് സമയമായി, വൈകിട്ടായി. അതുകൊണ്ട് ടൈമിൻ്റെ പ്രശ്നം കാരണം ആ സ്പീഡിൽ കയറാണ്. സ്പീഡിൽ കയറുമ്പോൾ കിതയ്ക്കുന്നു, പറ്റണില്ല. ഇപ്പോൾ വാണി പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ പറയുന്നത്. പിന്നെ പ്രിയ പറഞ്ഞ് ഒന്ന് പോയി നോക്കാമെന്ന് പറയുന്നത്. ഇതിന് പറഞ്ഞ് തോളിൽ കയറി കൊണ്ടുപോകാമെന്ന് അല്ലേ. ആദ്യം പ്രിയെ കൊണ്ട് വിട്ടില്ല, അതിനുശേഷം എന്നെ കൊണ്ടുവന്ന് പറഞ്ഞോണ്ട് അല്ലേ. ഓ എത്താറായി. ആ ലൈൻ കമ്പി പോയിരിക്കണം നോക്കാം, അതാണ് വഴി. എന്താ ഇട്ടും ഞാൻ കൊണ്ടുപോവാം, തൂക്കിക്കൊണ്ടുപോവാം. നെഞ്ചുക്കുള്ളേ ഇന്നാറിന് സൊന്നാ തെറിയുമോ, ആ പാട്ടറിയാമോ? അതുപോലെ കൊണ്ടുപോവാ. തോള് കയറി പയ്യെ സമാധാനത്തിൽ നിന്ന് നടന്ന് കയറിയാൽ മതി. നേരം വിളിക്കും വീട്ടിൽ എത്താം. പ്രിയാണ് നമ്മളെ ആർമിയിലെ തലവൻ അല്ലേ. ആദ്യം കളി കശമായപ്പോൾ എന്ത് ഹാപ്പി ആയിരുന്നു കുളിച്ചപ്പോൾ. ഇപ്പം എങ്ങനെയുണ്ട്? നന്നായിരിക്കണം അല്ലേ. ഓ നല്ല ഹീറ്റായി ബോഡിയില്ലേ. നാളെ ഇനി ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റൂല, ലീവ് എടുത്തേരാ, നോക്കാനൊന്നുമില്ല. വാണി നാളെ ലീവാണെന്നുണ്ടെങ്കിൽ ജോലി ശരിയാവും. മുരുകൻ കൂടെ കാണും. സൂപ്പർ ബാക്ക്ഗ്രൗണ്ട്, അടിപൊളിയായിരുന്നു നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. വാ പയ്യക്കാർ നിന്നേ സമയം പോകും. എത്താറായി. മുരുക വരുക. ഇതാ എത്തി, ഇതാണ് എൻട്രൻസ്. ഒരു പടിക്കെട്ട്, അവിടെ നിന്നൊരു ലൈറ്റൊക്കെ കയറിപ്പോയാൽ മതി. ഇതൊരു വണ്ടർഫുൾ ടഫസ്റ്റ് ട്രക്കിംഗ് ആണ്. പയ്യക്കാരനെ പിടിച്ചു തുടങ്ങി. അപ്പോൾ രാത്രി വീട്ടിൽ പോകണ്ട, ഇവിടെ നിൽക്കുക. രാവിലെ പോകാണ് നല്ലത്, ഭയങ്കര പാട്. അപ്പോൾ പയ്യക്കാരെ വെള്ളം കുടിക്കണോ? വെള്ളം വേണോ? 90% ഓക്കെ, ഒരു 10% ഉള്ളൂ. കയറി കഴിഞ്ഞാൽ ഇപ്പോൾ എത്തും. സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. അതെ ഇനി പടിക്കെട്ടെത്തി. തെൻപഴനി ദൈവമേ ഉന്നെ കണ്ടോർകൾ നീടൂഴി വാഴുക. നീടൂഴി വാഴും, മനസ്സിലായ? ரத்தம் ஒரு சொட்டு மிச்சம் இருந்தாலும் கதையின் முடியல்ல தொடருது பாரு എന്നേക്കും വിടാമുയർത്തി. എത്തിയില്ലേ? ആഹാ ഇനിയുണ്ടോ? ആ ഇവിടെ ഒരു കോലുണ്ട്, പിള്ളേർ കോലാണ്, ഇത് ഗണപതിയാണ്. ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. പ്രിയ നിൽക്കുന്ന അവിടെയാണ് കോവിലുള്ളത്. അയ്യോ മുരുക, അപ്പണേ മുരുക, വെട്ടുവേൽ മുരുകനിക്ക് ഹര ഹരോ ഹര.
എനിക്കിനി വയ്യേ, എനിക്ക് വീട്ടിൽ ഒന്നും പോകണ്ട. നല്ല കടൽ ചേട്ടാ, സൂപ്പർ. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പോയിട്ടുണ്ട്. ഈ റീസെൻറ്റ് ടൈമിൽ കുറച്ച് പാടുള്ള ട്രക്കിങ്ങാണ്. സാറിന് ശബരിമല പോകുമ്പോൾ ഭയങ്കര പാടാണ്. പക്ഷെ അവിടെ നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ കൊണ്ട് ഇവിടെ ഒന്നുമില്ല. അങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. വാണി വാ, ഓക്കെ അല്ലേ? വാ കിടന്നുറങ്ങാം. വാ, നാളെ പോയാൽ മതി. നീ ഇതും ജോലിക്കൊന്നും പോകണ്ട നാളെ. ഇവിടെ കിടന്നുറങ്ങിക്കോ. കഷ്ടപ്പെട്ടല്ല വന്ന അതിനുള്ള അതിന് ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വിശ്രമിച്ചിട്ട് അവിടെ കോവിൽ അടച്ചിരിക്കുകയാണ്. എന്തായാലും തൊഴിലിട്ട് പോവാം. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇനി ഒരിക്കലും മറക്കൂല ഈ ഒരു ട്രിപ്പ് അല്ലേ? വാവ്, ഇവിടെ ഒരു വലിയ മല ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട്. താഴെ നോക്കിയാൽ ശരിക്കും വീടുകൾ എല്ലാം കുട്ടി വീടായിരിക്കണം. അവിടെ മല തന്നെ, ചുറ്റും മലകൾ മാത്രം. ഓ, നല്ല വെള്ളം കുടിച്ച് മോഹം കഴുകി. ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല മഞ്ഞുണ്ട്. അവിടെ കണ്ട മഞ്ഞാണ് ആ ഭാഗത്ത് കേട്ടോ. ആ മഞ്ഞ് കംപ്ലീറ്റും ആ കാറ്റടിച്ച് വരെയാണ്. എന്തായാലും കൊള്ളാം, ഹാപ്പിയാണ്. ഇനി തിരിച്ച് പോകുമ്പോൾ നല്ല ഇരുട്ടും. അതിനെങ്ങനെ പോകുന്ന അറിയൂടാ, പോകുമ്പോഴേ അറിയുള്ളൂ. കിണമതി അവിടെ കംപ്ലീറ്റ് വിൻഡ് ഫാമാണ്. കണ്ടാ സൂപ്പറല്ലേ, അടിപൊളിയായിരിക്കണം. അപ്പോൾ ഇതാണ് മുരുകൻ കോവില്. തൊഴിട്ട് പോകാം. കാത്തോണേ, മുരുകനെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ തൊഴയാണ്. ദൈവമേ കൂടെ ഉണ്ടാവണം. താഴോട്ട് ഇറങ്ങിയാണ്, ഫുൾ ഇരുട്ടുകയാണ്. ഒരു പോ സമയം. ഇനി ഒരു നിമിഷം നിൽക്കാൻ പാടില്ല. എത്രയും സ്പീഡിൽ പോകാൻ പറ്റും എത്ര സ്പീഡിൽ പോകുക കേട്ടോ. അപ്പോൾ താഴോട്ട് ഇറങ്ങാനാ. ഇനിയാണ് നമ്മൾ LPG ഗ്യാങ്ങിൻ്റെ പവർ കാണിക്കുന്ന സമയം. ഹെൽമെറ്റ് ഇതിന് തറയിൽ വീണ് കഴിഞ്ഞാൽ തലയിടിക്കാറിയാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക്. ശരി പാ പയ്യപ്പോൾ രാവിലെ വെള്ളത്തിൽ കുളിച്ച് വൈകിട്ട് വേർത്ത് കുളിച്ച് അല്ലേ. ഇറങ്ങാൻ നേരത്തെ വേറെ പ്രശ്നമുള്ളൂ, മസിൽ പിടിക്കുക അത്ര തന്നെ. വേറെ നല്ല ഇരുട്ടി കേട്ടോ, ഫുൾ ഇരുട്ടി, വെളിച്ചൊന്നുമില്ല. നമ്മൾ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇറങ്ങാൻ വലിയ കുഴപ്പമില്ല കേട്ടോ, പയ്യെ അങ്ങ് പോവാം ഈസി ആയിട്ട്. നമ്മളങ്ങനെ പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായ സ്ഥലം. അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ പാട്ടും കേട്ട് സൂപ്പറായിട്ടെത്തി. നീ ബൈക്ക് അവിടെ ഉണ്ടോ അല്ലേ അറിഞ്ഞാൽ മാത്രം മതി അല്ലേ. ബൈക്ക് അവിടെ കാണുമായിരിക്കും, അടിച്ചോണ്ട് പോകില്ലായിരിക്കും. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് താഴെ. ഇവിടെ ബുള്ളറ്റും ഉണ്ട്, ഞങ്ങളെ ബൈക്കും ഉണ്ട്, 3 ഹെൽമെറ്റും ഉണ്ട്. സേഫ് ഏരിയ ആണ്, വേറെ വിഷയമൊന്നുമില്ല. ആണോ, എന്ത് പ്രശ്നം? അവിടെ ആൾക്കാരാ അത് അടിച്ച് ഫിറ്റ്. ഇവിടെ ലോക്കൽ ആൾക്കാരായിട്ടാണ് ശരിയല്ലെന്ന് പറഞ്ഞു. നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ അവർ നോക്കും. ഒറ്റയ്ക്ക് വരുമ്പോഴാണ് പ്രശ്നം. ആ ടീമായിട്ടൊന്നും സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ അടിച്ചോണ്ടിരിക്കും. ലോക്കൽ ആൾക്കാർ എപ്പോഴും അടിച്ച് ഫിറ്റാ നിൽക്കുള്ളൂ. നമ്മുടെ അടുത്ത് ഒരു പ്രശ്നത്തിൽ വരാനൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ. അത്ര നോക്കിയാൽ മതി. സംഗതി പറഞ്ഞ് കറക്റ്റാണല്ലേ. ആ കുടിയനായ പുത്രൻ പറഞ്ഞില്ലേ, நீங்கள் மேலே போகிறீங்க, ஒரு 1.5 மணி நேரம் வர 1 மணி நேரம் எப்படி போவீங்க நீங்கள் இந்த ഫിറ്റായി പറഞ്ഞ് அந்த കുടിയാരം വെച്ച് വിടിഞ്ചാ പോച്ചെന്ന് പറഞ്ഞാൽ ചുമ്മയാണ്. ഓക്കെ, ഇനി നല്ല കാറ്റ് കൊണ്ട് ബൈക്ക് റൈഡിൽ സുഖമായിട്ടൊക്കെ പോകാം. പോകുന്ന വഴിക്ക് ഫസ്റ്റ് വെള്ളം കുടിക്കണം അല്ലേ, ജ്യൂസ് കുടിച്ചിട്ട് ഒന്ന് ഫ്രഷായി എനർജി കയറ്റണം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ പൊറോട്ടയും സാൾന ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് നേരെ പോവാം. ഓക്കെ, എന്തായാലും ഇതാണ് നമ്മൾ പോയ സ്ഥലം. ഉണ്ടാ ഒറ്റ ലൈറ്റിൻ്റെ വെളിച്ചം പോലും ഇല്ല. ഉണ്ടാ പോകുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു, വരുമ്പോൾ കാര്യം കൂറ്റി ഇരുട്ടായിരുന്നു. എൻ്റെ അമ്മോ, പക്ഷെ സൂപ്പർ ഫീൽ അല്ലേ. അപ്പോൾ ഓക്കെ പോകാം. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അവരൊക്കെ ബൈക്ക് കയറിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത് 2-3 പട്ടികൾ നിൽക്കുകയാണ്, പട്ടിയും പട്ടിക്കുട്ടികളായിട്ട്. അപ്പോൾ അങ്ങോട്ട് ബൈക്കിൽ പോകുന്ന നേരത്ത് എന്തായാലും ഓട്ടിക്കും. കാരണം ഇതിനു മുമ്പ് ഒരാൾ ബൈക്കിൽ പോയായിരുന്നു, പുള്ളിക്കാരനെ ഓട്ടിച്ച് ബാക്കിൽ നിന്ന്. ഇപ്പോൾ നമ്മളെ ഓടിക്കാൻ ചാൻസ് ഉണ്ട്. ബാ, എന്തായാലും ഓ മുരുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവേണം. അയ്യോ, എന്തോ നിൽക്കാൻ പറ്റില്ല, ബാലൻസിലാണ് പോയേട്ടാ. ദൈവമേ കാത്തോണേ, മുരുകനുക്ക് വേൽ വേൽ. പയ്യെ വേണം പോവാൻ, സ്പീഡ് കൂട്ടൽ. ഓക്കെ ശരി, ഓക്കെ. നായ്ക്കുട്ടി നായി സ്പീഡിൽ പോട്ടാ വേണേ. അയ്യ കുട്ടി പട്ടികളും വാ വാ. ഓക്കെ, രക്ഷപ്പെട്ട്. കടിക്കാനൊന്നുമില്ല. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, പക്ഷെ കടി കെട്ടിയാൽ കടി കെട്ടിയത് തന്നെ. ഓക്കെ, ഇവിടെ ലെഫ്റ്റിലേ പോകണ്ടത് അല്ലേ. ബമ്പേഷ് ഓമ്മോ, ഓ ഇടിച്ചത്, അടിഭാഗം ഇടിച്ചു കേട്ടാ, അടി ഇടിച്ച്. ഷേ, എന്തൊരു വലിയ ബമ്പല്ലേ ഇത്. നോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണത്. നമ്മളതിൻ്റെ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്, പൂജപ്പുര മെയിൻ റോഡ്. അടിയേ റാസാത്തിയെ ടൂറ് പോകല്ലാം. വെള്ളം കുടിച്ചല്ലോ, ഭയങ്കര വെള്ളം ദാഹം മാത്രമല്ല, ഒരുമാതിരി തലാറക്കം പോലെ ഫീൽ ആണ്. ഒന്നും കഴിച്ചില്ലല്ലോ, വയറ്റിലൊന്നും ഇല്ലല്ലോ. അവിടെ പോയി നോക്കാം, ഒരു പഴക്കട ഇരിക്കണേ. അവിടെ എന്തുണ്ടോ അത് കഴിക്കേണ്ട, എത്ര വേറെ നോക്കാനൊന്നുമില്ല. ആ ജ്യൂസ് ഉണ്ടല്ലോ, നാളെ ജ്യൂസ് വാട്ടർ മെലൺ ഐസ് ഇരിക്കില്ല, ഐസ് ഞങ്ങൾ നാറിൽ പോയിട്ടെ കഴിക്കാൻ എന്തായാലും കറക്റ്റായിരിക്കും. കുടിച്ചോ ഈ പയ്യൻ
കുടിച്ചിട്ട് കൂടി മതി വേറെ ഒരുപാടായി പോയാണ്. വയർ ഫുള്ളായി. ബാത്റൂമിൽ ഈ ശ്രദ്ധിക്കേണ്ട മഴ വാതാണ്. അപ്പോൾ പോകാം. ബ്ലാക്ക് പൈസൺ ഓക്കെ ആണല്ലോ അല്ലേ? ഒരു മിനിറ്റ് എയർ ചെക്ക് ചെയ്തിട്ട് എന്തോ എയർ കുറഞ്ഞ പോലെ ഫീൽ ആയിരിക്കണം. ആ എയറൊക്കെ കൊണ്ട് സൂപ്പറായിരിക്കും. ചിലപ്പോൾ പഞ്ചറാവാൻ ചാൻസ് ഉണ്ട്. എവിടെയെങ്കിലൊക്കെ മുള്ളു കയറിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ജ്യൂസ് കുടിച്ചായിരുന്നു. തണ്ണിമത്തൻ ജ്യൂസ് സൂപ്പർ കേട്ടോ, നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ് ആയിരുന്നു. ഒരെണ്ണം 50 രൂപ. അതേപോലെ ജ്യൂസ് ബാക്കി കുറേ വന്നായിരുന്നു, അതും മൊത്തം കുടിച്ച് നമ്മൾ. അതും കുടിച്ചപ്പോൾ വയറ് നിറഞ്ഞങ്ങ് പെരുവി നിൽക്കേണ്ട. ഇപ്പം ഇനി ചോറും വേണ്ട, പൊറോട്ടയും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ പോകാം ബ്രോ, ബാ. ഓക്കെ, അത്ര തന്നെ, വേറെ വിഷയങ്ങളൊന്നുമില്ല. നേരെ അവിടെ നിന്ന് പോകേണ്ട തന്നെ. നേരെ പോയാൽ പാർവതിപുരം 8 കിലോമീറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നാറുകോല് കഴിഞ്ഞ് കുറച്ചൊരു ഇപ്പുറം നിൽക്കുകയാണ്, ഒരു ഫ്രൂട്ട് ഷോപ്പിന് അടുത്തായിട്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ പ്രിയയ്ക്ക് വയ്യാതിരിക്കുകയാണ്. ഗ്യാസ് കയറി വയറ് വേനെന്ന് പറഞ്ഞ് കുറേ ഛർദ്ദിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി മൊത്തം ഇവിടെ ആയിരിക്കും. നമ്മൾ നാളെ രാവിലെ നാട്ടിൽ പോവുള്ളൂ. നീ ലീവ് എടുത്തോ, വേറെ പറയാനൊന്നുമില്ല. ബ്രോയ് ലീവ് എടുത്തോ, പ്രിയ ലീവ് എടുത്തോ. ഓക്കെ, കോമഡി പറയാൻ ആരും ചിരിക്കുന്നില്ല. എനിക്ക് വയ്യ കോമഡി പറയാൻ. ഞാൻ കോമഡി പറയാൻ നിർത്തി. ഞാൻ പോയിട്ട് അതാ പറഞ്ഞു, വയറ് വേന ഗുളിയ, ഈനോ ഗ്യാസിൻ്റെ ഗുളിയ 3 വേണോ അല്ലേ? വേണ്ടേ? ഗ്യാസിന് ഗുളിക വാങ്ങിച്ചത്. അപ്പോൾ ഇവിടുന്ന് ഹൈവേ ആണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊന്നും കടയില്ല, അങ്ങോട്ട് പോയ കടയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ വണ്ടി അപ്പുറത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലേ, വേറെ ചെയ്യാൻ പറ്റും. ഓക്കെ, CSK മാർജിൻ ഫ്രീ ഫുഡ് ഷോപ്പാണ് മറക്കല്ല്. പോയിട്ട് വരുമ്പോൾ വഴി മാറി എവിടെ പോയി കളയും. ഇവിടുത്തെ ഏരിയ ഒന്നും കാണാൻ പാടില്ല, അതുകൊണ്ട് ലാൻഡ് മാർക്ക് കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, പോകാം. കമോൺ കൊയ്ക്ക്. നമ്മളങ്ങനെ മെഡിക്കൽ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഗ്യാസ് മാത്രമേ ഗ്യാസ് വയറ് വലിയ ഇരിക്കും ലൈറ്റാ ഇല്ല, വയറ് വലിയ മട്ടുന്നതാണ് ഗ്യാസ്. അതായത് சாப்பாடு லேட்டாக சாப்பிட்டனால ഗ്യാസ് കയറി വയറ് വലി இருக்குது. இது எப்படி சாப்பிட்றது? சாப்பிடலாம். வயிறு வலி நிற்கும், கேஸும் போயிடுவேண்ணே. ഓക്കെ, എവ്വളോ? 7 രൂപ. ഓക്കെ, അങ്ങനെ ഗുളി വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇതോടെ പ്രിയക്കെല്ലാം ശരിയാവുമായിരിക്കും ഗുളി കഴിക്കുമ്പോൾ. നമ്മളെ ടീമിൽ പ്രിയയാണ് നല്ല സ്ട്രെങ്ത് ആയിരുന്ന ആൾ. പിന്നെ ജ്യൂസ് കുടിച്ച സമയത്ത് മൊത്തം ഗ്യാസ് കയറി ആപ്പടെ പ്രശ്നമായി. ഇല്ലെന്നുണ്ടൊരു കുഴപ്പമില്ലായിരുന്നു സത്യം പറയാലോ. സത്യം പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ വെറും വയറ്റിൽ എന്തെങ്കിലും കുടിക്കാൻ നേരത്ത് ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല, സിപ്പ് ചെയ്ത് കുടിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ വയറിൽ കറക്റ്റായിട്ട് സെറ്റാവും. ഇത് എടുത്ത് കമത്തി കുടിക്കുമ്പോഴാണ് ഈ വയറിനകത്ത് ഗ്യാസ് കയറി ഛർദ്ദിക്കണത്, പിന്നെ വയറ് വേന ഉണ്ടാവുന്നത്. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് പഴക്കട ഫ്രൂട്ട്സ് കട വെജിറ്റബിൾ ഷോപ്പ്. എന്തുവേണം പറയാം, അങ്ങ് കുറേ പോയി 3-4 കിലോമീറ്റർ വരും. ഇത് ഗ്യാസിൻ്റെ ഗുളിയുണ്ട്, വയറുവേന ഗുളിയുണ്ട് കഴിക്കാൻ പറഞ്ഞു. കാര്യം പറഞ്ഞു ഇതുപോലെ വയറിലൊന്നും ഇല്ല, ആഹാരമൊന്നുമില്ല, ഛർദ്ദിച്ച് കംപ്ലീറ്റ് ആയിട്ട്. ഇത് കഴിക്കാൻ പറഞ്ഞു. ഇത് കഴിച്ചാൽ ഉടനെ മാറും, കഴിച്ചില്ലെങ്കിലും പയ്യെ മാറും. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്നുകൂടെ ട്രിപ്പ് പോവാം. അവിടെ ആ മല കയറാം. ഓക്കെ, മലൈക്കോവിൽ മുരുകൻ. അപ്പോൾ എന്നാലും ഗുളിക കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അതിന് ശേഷം പോവാം അല്ലേ. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും, എന്ത് ഗ്യാസ് വന്നാലും, എന്ത് വയറുവേന വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ അല്ലേ. ഇനി വ്ളോഗ് ചെയ്യാൻ വരുമോ? ഇനി ട്രിപ്പിന് വരുമോ? വരുമോ? കുറച്ച് വാലച്ചാണ് കേട്ടോ. ഇനി വ്ളോഗും ഇല്ല, യൂട്യൂബ് ചാനലും ഇല്ല, ട്രിപ്പ് വേണ്ട, എന്നെ വിട്ടാൽ മതി, വീട്ടിൽ പോയി ഇന്നോളാം അല്ലേ. ആലോചിച്ചാണ് ഇന്ന് മതി, എനിക്ക് വ്ളോഗ് വേണ്ട, യൂട്യൂബർ ആവണ്ടെന്ന് പറഞ്ഞാണ്. ഇപ്പം എല്ലാം ഓക്കെ ആയില്ലേ? വെളിയിൽ നിന്ന് കാണുമ്പോൾ ഇപ്പോൾ ട്രാവൽ ചെയ്ത് സുഖമായിട്ട് ജീവിക്കണം പറയും. ഇത്രയും കഷ്ടമുണ്ട് ഇതിനകത്ത്. ട്രാവൽ ചെയ്ത് ഈ നടുവേദനയും തലവേദനയും ഛർദ്ദലും ഇതെല്ലാം കഴിഞ്ഞാണ് വീഡിയോ പറഞ്ഞത്. അപ്പോൾ അതൊന്നും ആർക്കും മനസ്സിലാവില്ല ഇവിടെ പറഞ്ഞാൽ. ഈസിയായിട്ട് കമൻറ്റ് ചെയ്യും വന്ന്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാം വയറുവേനയും ഗ്യാസെല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ ആയല്ലോ, സൂപ്പർ. ഇനി നമുക്ക് എന്ത് ആഹാരം കഴിക്കണം? ദോശ ഇഡ്ഡലി വേണോ അതോ പൊറോട്ട ഇറച്ചി വേണോ? ദോശ മതി, ലൈറ്റ് ആഹാരം മതി. കമൺ ക്വിക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കണ്ടേ. ചിരിയൊക്കെ വന്നു കേട്ടോ, എല്ലാം ഓക്കെ ആയപ്പോൾ. അയ്യോ ഒരാളെ റെഡിയാക്കാൻ പറഞ്ഞ പാടല്ലേ. പലവട്ടം കാത്തിരുന്ന് ഞാൻ കോളേജ് മൈതാനത്തിൽ. ഈ പാട് തമിഴ് പാടിയല്ലോ. പല നാൾക്കൾ കാത്തിരുന്ന ഞാൻ കോളേജ് ഗ്രൗണ്ടുക്കുള്ള ഒരു വാർത്തയും സൊല്ലാമണി ഫോണിയേ. എങ്ങനെയുണ്ട് പാട്ട്? സൂപ്പറല്ലേ? അടിപൊളി. ഓക്കെ, ഇപ്പോൾ കഴിക്കാമെന്നാ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു നമ്മൾ. ഹോട്ടൽ ഭീമ. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടെ പൊറോട്ട സാളനൊക്കെ ഉണ്ട് സൂപ്പറായിട്ട്. കഴിക്കാം. അപ്പോൾ എനിക്ക് പൊറോട്ട, വാണിക്ക് പൊറോട്ട, നമ്മൾ മിഥുന് പൊറോട്ട, അവിടെ പ്രിയയ്ക്ക് മാത്രം ദോശ മതി എന്ന് പറഞ്ഞ്. അത്ര എനിക്ക് ആർക്കും തരില്ല. അപ്പോൾ ഇല്ല, എനിക്ക് കഴിക്കണേ.
അപ്പോൾ കാപ്പിടിയെല്ലാം കഴിച്ചിട്ടുണ്ട്. ഞാൻ 3 പൊറോട്ട, വാണി 3 പൊറോട്ട ആൻഡ് മിഥുൻ 3 പൊറോട്ട, മൊത്തം 9 പൊറോട്ട, ഗ്രേവി ആൻഡ് ചിക്കൻ 65, സിംഗിൾ ഓംപ്ലേറ്റ്, പിന്നെ വന്നിട്ട് നമ്മുടെ പ്രിയയ്ക്ക് 2 ദോശ ചമ്മന്തി, എല്ലാം കൂടെ ചേർത്ത് മൊത്തം 300 രൂപ. ഓക്കെ, നല്ല കാപ്പി, നല്ല ഫുഡ്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇനി കടകൾ നോക്കി പോയി കഴിഞ്ഞാൽ സമയം എടുക്കും കഴിക്കാനായിട്ട്. കഴിക്കാൻ സമയമായി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം ബോഡിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ലേറ്റായിട്ടാണ് നമ്മൾ ആഹാരം കഴിച്ചേക്കണത് അല്ലേ. ലോഡ് വണ്ടിയാണ് ഫ്രണ്ടിൽ പോണത്, ലോറി. സൈഡിൽ കൂടെ ഞാൻ പോവില്ല, കുറേ വണ്ടിയുണ്ട്, ഒന്നുമല്ല, ഒരു 10-15 ലോറി ഉണ്ട് അടുപ്പിച്ച്. ഓവർടേക്കാൻ പാടാണ്, എന്നാലും നമുക്ക് ശ്രമിക്കാം. വാ, കണ്ണി എന്തോ വീണ് ഈ സ്ഥിരം ഉള്ളതിന്. അപ്പോൾ ഇവനാണ് സാധനം, കണ്ട പോന്ന. അപ്പോൾ കണ്ണി എടുത്ത് വണ്ടികൾ ഫ്രണ്ടിൽ പോയാൽ ഇനി എല്ലാവരും ഓവർടേക്കാണല്ലോ ഒന്നേന്ന്. എത്ര സ്ഥലമുണ്ട് അല്ലേ, കണ്ണി തന്നെ കറക്റ്റ് വീണ് നോക്ക് പന്ന സാധനം. മണി ഇപ്പോൾ കറക്റ്റ് 11:54 നമ്മളിപ്പോൾ നിങ്ങളുടെ സ്ഥലം പൂജപ്പുര എത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ വഴി ചെക്ക് പോസ്റ്റിനും ചെക്കിംഗ് ഇല്ലായിരുന്നു, അതുകൊണ്ട് വിഷയമൊന്നുമില്ല. നേരെ വന്ന് അവിടെ കാപ്പി പിടിച്ച് കഴിച്ച് അവിടെ നിന്ന് ട്രിപ്പ് എടുത്താണ് അല്ലേ. പിന്നെ ഒറ്റ സ്റ്റോപ്പില്ല, നേരെ പൂജപ്പുര എത്തിയിട്ടുണ്ട്. കളന്നങ്ങ് അറ്റായിട്ടോ എല്ലാവരും, എല്ലാ ക്ഷീണം. ഇപ്പം പോയി കിടന്ന് നല്ല ഉറങ്ങിയാൽ സൂപ്പറായിട്ട് ഉറക്കം വരും അല്ലേ. താരാട്ടും പാടണ്ട, ഫോൺ ഉപയോഗിക്കണ്ട, കിടന്നാൽ മതി, ഉറങ്ങിക്കോളും. അപ്പോൾ ട്രിപ്പ് എങ്ങനെ സൂപ്പർ അല്ലേ, പൊളിയായിരുന്നു അല്ലേ. കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും സൂപ്പറായിരുന്നു. അപ്പോൾ അത്രയും വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ, കണ്ടാ ഒറ്റ ലൈഫ് ആയതുകൊണ്ടാണ് ഇത്ര അടിച്ച് പൊളിക്കണം ബൈക്കിലൊക്കെ ഇറങ്ങി. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ്, കറക്റ്റാക്കി നിൽക്കണം. വാ 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 വാ, അയ്യോ നടന്ന്.